മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. സ്ത്രീ തൊഴിലാളികളെ അപമാനിക്കുന്ന ടാപ്പിംഗ് സൂപ്പർവൈസർക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ സംരക്ഷണമെന്ന് ആക്ഷേപം. CITU യൂണിയന്റെ നേതൃത്വത്തിൽ കല്ലാല എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ സ്ത്രീപക്ഷ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരമുണ്ടാകുന്ന പ്രദേശമാണ് കാലടി പ്ലാന്റേഷൻ മേഖല. കാട്ടാനകളും കാട്ടുപന്നികളും കാട്ടുപോത്തുകളുമെല്ലാം സ്വൈര്യവിഹാരം നടത്തുന്ന വനാതിർത്തി. ഏതു സമയത്തും ഇവയുടെ ആക്രമണമുണ്ടായേക്കാം. കെട്ടിടങ്ങളും കൃഷിയിടങ്ങളും വളർത്തുമൃഗങ്ങളും മനുഷ്യജീവനും വരെ അപഹരിക്കപ്പെട്ടേക്കാം. ഈ ദുരന്ത ഭൂമിയിൽ പണിയെടുക്കുന്നവരാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ. 3500 ഹെക്ടറോളം വിസ്തൃതിയുണ്ട് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷന്. അയ്യമ്പുഴ, തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി പഞ്ചായത്തുകളിലായി ഈ പ്രദേശം വ്യാപിച്ചു കിടക്കുന്നു. മലയാറ്റൂർ, ഏഴാറ്റുമുഖം, അതിരപ്പള്ളി തുടങ്ങിയ വനമേഖലകളാണ് അതിരുകൾ. ഇവിടങ്ങളിൽ നിന്ന് നിരന്തരം വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിവരും. കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിൽ തൊഴിലെടുക്കാൻ പോകുന്ന തൊഴിലാളികൾക്ക് നേരെയും വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവ് സംഭവമാണ്. അതേസമയം വന്യമൃഗങ്ങളെക്കാൾ തൊഴിലാളികളെ ഭയപ്പെടുത്തുന്നതാണ് കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെയും ചില ഉദ്യോഗസ്ഥരുടെയും നടപടികൾ. ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം കല്ലാല എസ്റ്റേറ്റ് തൊഴിലാളിയായ വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. പുറത്തു പറയാനാകാത്ത ദുരനുഭവമാണ് സ്ത്രീ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ഇവർ പറയുന്നു. ഞങ്ങൾ ഇന്നിവിടെ കുറച്ച് സ്ത്രീ തൊഴിലാളികൾ ഒരു പ്രക്ഷോഭ സമരത്തിലേക്ക് വന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഞങ്ങൾ സ്ത്രീ തൊഴിലാളികൾക്ക് ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, അതായത് നിങ്ങളോട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ നേരിട്ടതുകൊണ്ടാണ് ഞങ്ങളിന്ന് സമരത്തിലേക്ക് വന്നത്. എത്രയും വേഗത്തിൽ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ഞങ്ങളുടെ എതിരെയുള്ള തൊഴിലാളിയെ ഞങ്ങളുടെ ഡിവിഷനിൽ നിന്ന് മാറ്റി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളോട് ഞങ്ങളുടെ സ്ത്രീ തൊഴിലാളികളുടെ സങ്കടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കല്ലാല എസ്റ്റേറ്റിലെ ടാപ്പിംഗ് സൂപ്പർവൈസറായ PA ബിജുവിന് എതിരെയാണ് പരാതി. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി PA ബിജു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. കോർപ്പറേഷൻ MDയും ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ പ്രതിയായ ആളെ സംരക്ഷിക്കുന്ന നിലപാടാണ് PCK ഡയറക്ടർ ബോർഡും മാനേജ്മെന്റും സ്വീകരിച്ചു വരുന്നതെന്നാണ് കാലടി പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ചൂണ്ടിക്കാട്ടുന്നത്. സ്ത്രീ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കണമെന്നും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് CITU യൂണിയന്റെ നേതൃത്വത്തിൽ സ്ത്രീപക്ഷ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കല്ലാല എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിൽ നടന്ന സമരം പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് CK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 19 കൊല്ലത്തിലിടയ്ക്ക് ഒരു 100 മാനേജിംഗ് ഡയറക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഈ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ കാലം ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ഞാൻ. ഒരുപാട് MDമാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ഉരുപ്പിടി, ഇതിലും ഏറ്റവും മോശം നമ്മള് വിചാരിച്ചിരുന്ന ഒരു പ്രമോദം എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. ഹെഡ് ഓഫീസിൽ ഒരു സ്ത്രീയോട് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചതിന്
ഞാൻ തന്നെ മുൻകൈയെടുത്താണ്. കാരണം ഞാൻ ചുമതലയുള്ളൊരു സംഘടനയുടെ പ്രവർത്തക എന്നുള്ള രീതിയിൽ പരാതി കൊടുത്ത് അയാളുടെ മാനേജിംഗ് ഡയറക്ടറുടെ പണിയും പോയി. ഇപ്പൊ കോടതിയിൽ ലൈംഗിക അതിക്രമ കേസ്, പോക്സോ കേസിൽ കയറി ഇറങ്ങി നടക്കാണ് ഇപ്പോൾ മറ്റേ ഈ പ്രബോധ്. അതിലും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ജെയിംസ് ജേക്കബ് എത്തിച്ചേരും. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റും CPM അങ്കമാലി ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KK ഷിബു അധ്യക്ഷനായിരുന്നു. നമ്മുടെ പ്ലാന്റേഷനകത്ത് സ്ത്രീ തൊഴിലാളികളോടുള്ള വളരെ മോശമായ നിലപാട് സ്വീകരിക്കുന്ന ചില പുരുഷ തൊഴിലാളികൾക്കെതിരായിട്ട് പരാതി കൊടുത്തിട്ട് ആ പരാതിക്കകത്ത് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കാത്ത പ്ലാന്റേഷൻ മാനേജ്മെന്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സ്ത്രീപക്ഷ നിൽപ്പ് സമരം നിലയ്ക്ക് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിന് ആധാരമായ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന നമ്മുടെ യൂണിയന്റെ പ്രവർത്തക കൂടിയായിരുന്ന ഒരു സഖാവിനെ, ആ സഖാവിനോട് വളരെ മോശമായി പെരുമാറിയിട്ടുള്ള ഒരു തൊഴിലാളി, ആ തൊഴിലാളിക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുകയുണ്ടായി. അങ്ങനെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പ്ലാന്റേഷനിൽ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര അന്വേഷണം നടത്താൻ വേണ്ടി 2-3 പേരെ നിശ്ചയിച്ചു. അവർ നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഈ പറയുന്ന സ്ത്രീയോട് മോശമായ പെരുമാറിയ തൊഴിലാളി സംബന്ധിച്ച് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് കൊടുക്കുകയുണ്ടായി. എന്നാൽ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിൽ കാണിച്ച പ്രതിയാക്കപ്പെട്ട തൊഴിലാളി നമ്മുടെ ഈ മാനേജ്മെന്റിനകത്ത്, പ്രത്യേകിച്ച് ഇന്ന് ഇതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ഇതിലെ ചില ഭരണസമിതി അംഗങ്ങളും ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെയും ഇഷ്ടക്കാരനായതിനാൽ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഡയറക്ടർ ബോർഡിൽ തന്നെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സബ് കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് സംബന്ധിച്ച് അങ്ങനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിനകത്ത് ഈ ഡയറക്ടർ ബോർഡിന്റെ സബ് കമ്മിറ്റി അന്വേഷിച്ച റിപ്പോർട്ട് അംഗീകരിച്ചുകൊണ്ട് ആ തൊഴിലാളിയെ വീണ്ടും ഇവിടെ തിരിച്ചെടുത്ത് ഇതേ ഓഫീസിൽ, ഇതേ ഡിവിഷനിൽ തന്നെ ജോലിക്കിറക്കുന്ന സാഹചര്യം, നിർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന സ്ത്രീപക്ഷ സമീപനത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇവിടെയുള്ള ചെയർമാനും മാനേജ്മെന്റിന്റെ ചെയർമാനും അതോടൊപ്പം തന്നെ ഡയറക്ടർ ബോർഡിൽ ചില അംഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന LDF ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോൾ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ സ്ത്രീ തൊഴിലാളികൾ അപമാനിക്കപ്പെടുന്നത് അനുവദിക്കാനാകില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR മുരളി, CPM അയ്യമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC പൗലോസ്, ജിനേഷ് ജനാർദ്ദനൻ, KK ഗീത, PV രമേശൻ, KJ ബിനോയ്, PP ഷജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോർപ്പറേഷനിലെ വനിതാ തൊഴിലാളികൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന നിവേദനത്തിന്റെ ഒപ്പുശേഖരണവും യോഗത്തിൽ നടന്നു. 1000-ലേറെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു പൊതുമേഖലാ സംരംഭമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. ഇതിൽ 70% സ്ത്രീകളുമാണ്. പണിയെടുത്ത് വലിയ വരുമാനമുണ്ടാക്കി ആർഭാട ജീവിതം നയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരല്ല ഇവരൊന്നും. നിബിഡമായ വനത്തോട് ചേർന്ന് ജീവൻ പണയപ്പെടുത്തി തുച്ഛമായ കൂലിക്ക് വിയർപ്പൊഴുക്കി കുട്ടികളെയും കുടുംബത്തെയും പട്ടിണി കൂടാതെ പോറ്റാൻ വിധിക്കപ്പെട്ടവർ. ഇവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ഇവർക്ക് നീതി ഉറപ്പാക്കേണ്ട ബാധ്യതയും പ്ലാന്റേഷൻ കോർപ്പറേഷനും സർക്കാരിനുമുണ്ട്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ?
നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.